ലോകത്തിലെ പരിശുദ്ധിക്ക് വേണ്ടി പോരാടുന്ന ദമ്പതികളെ വത്തിക്കാനിൽ സുപ്രധാന ചുമതല ഭരണമേൽപ്പിച്ച് മാർപ്പാപ്പ. അമേരിക്കയിൽ കുടുംബ നവീകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ദമ്പതികളെ ഫ്രാൻസിസ് മാർപ്പാപ്പ അൽമായർക്കും കുടുംബങ്ങൾക്കും ജീവനും വേണ്ടിയുള്ള ഡിക്കാസ്റ്ററിയുടെ ഉപദേശകരായി നിയമിച്ചു. വിറ്റ്നസ് ടു ലവ് എന്ന പേരിൽ വിവാഹങ്ങൾക്ക് കൗദാശികപരമായി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി പ്രവർത്തിക്കുന്ന റയൻ മേരി റോസ് വയററ്റ് ദമ്പതികളുടെ മിനിസ്ട്രിയാണ് പത്രക്കുറിപ്പിലൂടെ ഇക്കാര്യം അറിയിച്ചത്. അമേരിക്കയിലെ ലൂസിയാന സംസ്ഥാനം ആസ്ഥാനമാക്കിയാണ് ഇവരുടെ മിനിസ്ട്രി പ്രവർത്തിക്കുന്നത്. അമേരിക്കയിൽ വിവാഹബന്ധങ്ങൾ വലിയ കുറവുണ്ടാക്കുന്ന പശ്ചാത്തലത്തിൽ ശക്തമായ വിവാഹബന്ധങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ആശയത്തിൽ ഊന്നിയാണ് ദമ്പതികളുടെ ദൗത്യം. 5 വർഷമാണ് ഇവരുടെ ദൗത്യത്തിന്റെ കാലയളവ്. അതേസമയം ഈ നിയമനം ആദ്യമായിട്ടാണ് അമേരിക്കയിൽ നിന്നുള്ള ദമ്പതികൾക്ക് ലഭിക്കുന്നത്. 2016 ഓഗസ്റ്റ് 15 ഫ്രാൻസിസ് പാപ്പ റോമൻ കൂരിയയുടെ ഭാഗമായി രൂപം നൽകിയതാണ് അൽമായർക്കും കുടുംബത്തിനും ജീവിതത്തിനും വേണ്ടിയുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി. അൽമായർക്കുള്ള പൊന്തിഫിക്കൽ കൗൺസിലിന്റെയും കുടുംബങ്ങൾക്കായുള്ള പൊന്തിഫിക്കൽ കൗൺസിലിന്റെയും പ്രവർത്തനങ്ങളും ഉത്തരവാദിത്തങ്ങളും സമന്വയിപ്പിച്ചാണ് ഇതിന് രൂപം നൽകിയത്. KLCA 52ാമത് സംസ്ഥാന ജനറൽ കൗൺസിൽ സമ്മേളനം നടത്തപ്പെട്ടു. KLCA 52ാമത് സംസ്ഥാന ജനറൽ കൗൺസിൽ സമ്മേളനം സുൽത്താൻപേട്ട സെന്റ് സെബാസ്റ്റ്യൻസ് കത്തീഡ്രൽ അങ്കണത്തിൽ നടന്നു. സുൽത്താൻപേട്ട ബിഷപ്പ് ഡോക്ടർ അന്തോണി സാമി പീറ്റർ ഉദ്ഘാടനം ചെയ്തു. ലത്തീൻ കത്തോലിക്കർ അവകാശങ്ങൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങണമെന്ന് ബിഷപ്പ് ആഹ്വാനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് ഷെറി ജെ തോമസ് അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെ 12 ലത്തീൻ രൂപതകളിൽ നിന്നായി 200ഓളം പ്രതിനിധികൾ പങ്കെടുത്തു. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ സർക്കാർ സമയബന്ധിതമായി നടപ്പാക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. വിഴിഞ്ഞം മുതലപ്പൊഴി കേസുകൾ പിൻവലിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം. സാമ്പത്തിക സാമൂഹിക സർവേ നടപ്പിലാക്കി വിവിധ ഉദ്യോഗങ്ങളിൽ ലത്തീൻ കത്തോലിക്ക സമൂഹത്തിന്റെ പ്രതിനിധിത്വം വെളിപ്പെടുത്തണമെന്നും ഇതു സംബന്ധിച്ച മുന്നണികളുടെ നയം വ്യക്തമാക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. യുവജന വർഷത്തിന് ആരംഭം കുറിച്ച് കണ്ണൂർ രൂപത. KCBC പ്രഖ്യാപിച്ച യുവജന വർഷാചരണത്തിന് കണ്ണൂർ രൂപതയിൽ ഇന്നലെ 28-ാം തീയതി ഞായറാഴ്ച രൂപതയുടെ പിലാത്തറ ബൈബിൾ കൺവെൻഷൻ വേദിയിൽ വെച്ച് കണ്ണൂർ രൂപത മെത്രാൻ അഭിമന്യ അലക്സ് വടക്കുംതല പിതാവ് ആരംഭം കുറിച്ചു. യുവജനവർഷം ആഹ്വാനം ചെയ്യുന്ന നവീകരണത്തിന്റെ പ്രകാശം രൂപതയുടെ എല്ലാ കോണുകളിലുമുള്ള ഹൃദയത്തെ ജ്വലിപ്പിക്കട്ടെ എന്ന ആശംസയോടെ 6 ഫൊറോനകളിൽ നിന്നും വന്ന പ്രതിനിധികൾക്ക് കത്തിച്ച തിരികൾ കൈമാറിക്കൊണ്ടാണ് യുവജനവർഷത്തിന് ആരംഭം കുറിച്ചത്. പ്രസ്തുത യോഗത്തിൽ യുവജനവർഷത്തിന്റെ ലോഗോ പ്രകാശനവും നടത്തപ്പെട്ടു. ഫെബ്രുവരി 4 ഞായറാഴ്ച രൂപതയിലെ എല്ലാ ഇടവകയിലും യുവജനവർഷത്തിന് ആരംഭം കുറിക്കുന്നതിന്റെ ഭാഗമായി ഓരോ ഇടവകയിലെയും യുവജന പ്രതിനിധികളായിരിക്കും വിശുദ്ധ കുർബാനയ്ക്കും പ്രാർത്ഥനയ്ക്കും നേതൃത്വം നൽകുക. അന്നേ ദിവസം പതാക ഉയർത്തിക്കൊണ്ട് യുവജന വർഷാചരണത്തിന് ഔപചാരികമായി രൂപതയിൽ ആരംഭം കുറിക്കും. 2 വർഷത്തിനു ശേഷം ചൈനയിൽ വീണ്ടും മെത്രാനെ നിയമിച്ച് ഫ്രാൻസിസ് പാപ്പ. 2021 സെപ്റ്റംബർ 8 വുഹാനിൽ നടന്ന സ്ഥാനാരോഹണത്തിന് 2 വർഷത്തിനു ശേഷം ചൈനയിൽ പുതിയ ബിഷപ്പിനെ മാർപ്പാപ്പ നിയമിച്ചു. ചൈന പാട്രിയോട്ടിക് അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടിയായ ഫാദർ വാങ് യുഷെങ്ങിനെ ചൈനയുടെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഹെനാൻ പ്രവിശ്യയുടെ തലസ്ഥാനമായ ഷെങ്ഷോവിലെ മെത്രാനായാണ് അഭിഷിക്തനാക്കിയിരിക്കുന്നത്. ബിഷപ്പുമാരുടെ നിയമനത്തെ സംബന്ധിച്ച് പരിശുദ്ധ സിംഹാസനവും പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയും തമ്മിലുള്ള കരാർ പ്രകാരം നടന്ന ചടങ്ങിൽ ഷാങ്ഹായ് ബിഷപ്പ് ജോസഫ് ഷെൻബിൻ മുഖ്യ കാർമ്മികനായി. 2022 ഒക്ടോബറിൽ 2ാമത് കരാർ പുതുക്കിയതു മുതൽ ബെയ്ജിങ്ങും വത്തിക്കാനും തമ്മിലുള്ള സമ്മതപ്രകാരമാണ് പുതിയ ബിഷപ്പിന്റെ നിയമനം. 2 വർഷം മുൻപ് 2021 സെപ്റ്റംബർ 8 വുഹാൻ ബിഷപ്പായി ഫ്രാൻസിസ് കുയി നിയമിതനായതാണ് കരാറിന് കീഴിലുള്ള അവസാനത്തെ നിയമനം. യുക്രൈനെ സഹായിക്കുവാൻ വിഭൂതി ദിനത്തിൽ ധനസമാഹരണ യജ്ഞവുമായി അമേരിക്കൻ കത്തോലിക്ക സഭ. വരുന്ന ഫെബ്രുവരി 14 വിഭൂതി ബുധനാഴ്ചയോടനുബന്ധിച്ച് യുദ്ധം തകർത്ത യുക്രൈനിലെയും കമ്മ്യൂണിസ്റ്റ് ഭരണം നിലനിന്നിരുന്ന 27 രാജ്യങ്ങളിലെയും തങ്ങളുടെ സഹോദരങ്ങളെ പിന്തുണയ്ക്കാൻ ധനസമാഹരണ യജ്ഞവുമായി അമേരിക്കൻ മെത്രാൻ സമിതി. മധ്യകിഴക്കൻ യൂറോപ്പിലെ സഭയ്ക്കു വേണ്ടിയുള്ള വാർഷിക ധനസമാഹരണത്തിലേക്ക് ഉദാരമായ സംഭാവന നൽകണമെന്ന് അമേരിക്കൻ മെത്രാൻ സമിതി വിശ്വാസി സമൂഹത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. യുക്രൈന്റെ മേൽ റഷ്യൻ അധിനിവേശം ആരംഭിച്ചതു മുതൽ യുദ്ധത്തിന്റെ ഇരകൾക്ക് അടിയന്തര ദുരിതാശ്വാസ സഹായമായി $2 മില്യൺ തുക അമേരിക്കൻ സഭ കൈമാറിയിരുന്നു. 2023 നൽകിയ 329 ഗ്രാന്റുകളോടൊപ്പം മൊത്തം $8.7 മില്യൺ ദേവാലയ പുനർനിർമ്മാണത്തിനും
സെമിനാരി വിദ്യാഭ്യാസത്തെ പിന്തുണയ്ക്കാനും കുടുംബങ്ങളുടെയും യുവജനങ്ങളുടെയും ആത്മീയ ആവശ്യങ്ങൾക്കും അമേരിക്കൻ സഭ ചിലവിട്ടിരിക്കുന്നെന്നും ശ്രദ്ധേയമാണ്.